നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വാരിക്കോസ് വെയിൻ, അതായത് കാലിലെ ഞരമ്പ് തടിപ്പ് എന്ന അസുഖത്തെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഈ അസുഖം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നതിനെ കുറിച്ചാണ്. എന്റെ പേര് ഡോക്ടർ ഫായിസ് മുഹമ്മദ്, ഇബിച്ച് ബാബ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് മിനിമൽ ഇൻവെസീവ് സർജൻ. വാരിക്കോസ് വെയിനിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സാധാരണഗതിയിൽ പേഷ്യൻസ് കാലിലെ ഞരമ്പ് തടിപ്പായിട്ട് വരാം, അതല്ലെങ്കിൽ കാലിൽ കഴപ്പ് ആയിട്ട് വരാം, അതും അല്ലെങ്കിൽ കാലില് ചൊറിച്ചില്, കാലിന്റെ കണ്ണി ഭാഗത്ത് ചൊറിച്ചിലായിട്ട് പ്രസന്റ് ചെയ്യാം. ചില പേഷ്യൻസ് ഇങ്ങനെ ചൊറിച്ചില് കൂടുതൽ വന്ന് അറിയാതെ രക്തം നിൽക്കാതെ പോകുന്നതായിട്ട് ചില പേഷ്യൻസിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. കാരണം വേദന ഒന്നും ഉണ്ടാവില്ല, രക്തം ഇങ്ങനെ ഒഴുകി പോകും. അപ്പോൾ കാലിൽ നനവ് തട്ടുമ്പോഴാവും പേഷ്യൻസ് അറിയുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് വാരിക്കോസ് വെയിൻ കൊണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടറെ കണ്ട് തുടർ ചികിത്സകൾ എടുക്കണം. പിന്നെ ഇതിന്റെ ചികിത്സകൾ പ്രധാനമായിട്ടും സർജറീസ് ഉണ്ട്, അതുപോലെ തന്നെ ലേസർ തെറാപ്പി, അതുപോലെ ബ്ലൂ തെറാപ്പി ഒക്കെ ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. പിന്നെ വാരിക്കോസ് വെയിനിന്റെ തുടക്ക സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൽ സ്റ്റോക്കിങ്സ് ധരിച്ചുകൊണ്ട് ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ വാരിക്കോസ് വെയിനിന്റെ തുടക്ക സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നിലൂടെയും കുറേയൊക്കെ നമുക്ക് ഭേദമാക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇത് രോഗം വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ കാലിലുള്ള കണ്ണിഭാഗത്ത് ചൊറിച്ചിൽ വന്ന് അവിടുത്തെ തൊലികളൊക്കെ കട്ടിയായി കഴിഞ്ഞാലൊക്കെ പിന്നെ ചികിത്സകൾ എടുത്താൽ അത്രത്തോളം ഇഫക്റ്റീവ് ആവാത്തൊരു ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വാരിക്കോസ് വെയിനിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.